വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 2ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും. അതിൻ്റെ 3 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കയറി കാണണേ. അതായത് നോട്ട് ഇതാണ്. നമ്മൾ ഒത്തിരി വട്ടം ഇതിപ്പോൾ 3ാമത്തെ വട്ടമാണെന്ന് തോന്നുന്നു ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ട നോട്ടുകളാണ്. ഇവിടം വരെ നമ്മൾ ഇട്ടു. അതിനകത്തുള്ളൊരു 3 എക്സ്പെരിമെൻ്റ് ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്. ആറ്റത്തെക്കുറിച്ച് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളുണ്ട്. ഡാൾട്ടൺ തിയറി അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. പിന്നെ എലമെൻറ്റ്സുകൾ എന്താ, ഒരെണ്ണം മാത്രമുള്ളതും ഒന്നിൽ കൂടുതലുള്ളതും എന്താണ്, എലമെൻറ്റ്സ് കോമ്പൗണ്ട്സും എന്തുവാണെന്നും ഒക്കെ എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് സിമ്പിൾസുകളെ കുറിച്ചാണ്. അതാണ് 3ാമത്തെ പാർട്ടിൽ ഇട്ടേക്കുന്നത് കേട്ടോ. എന്താണ് സിമ്പിൾസ് അല്ലെങ്കിൽ സൈനുകൾ, അത് അതിനെക്കുറിച്ച് എന്താ, അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം കൊണ്ടുവന്നത് ബേഴ്സലീസ് ആണ് കേട്ടോ. ബേഴ്സലീസ് സ്പെല്ലിംഗ് ഒക്കെ അറിയണേ നിങ്ങളെ കേട്ടോ. പിന്നെ പ്രതീകങ്ങളെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റ് കുറേ പടം തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു 20 മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റ്സിൻ്റെ പേര് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഒരു 20 എണ്ണമെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു. കാരണം നിങ്ങൾ ഈ വർഷം ആദ്യമായിട്ട് പഠിക്കുമെന്ന് എനിക്കറിയാം അല്ലേ. നിങ്ങൾ ആദ്യമായിട്ട്, കഴിഞ്ഞ വർഷമൊന്നും നമുക്ക് എലമെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ല, അതിൻ്റെ സത്യം. അപ്പോൾ ഈ വർഷം എന്താ, നമ്മൾ 8ാം ക്ലാസ് ഹൈസ്കൂളായി. ഇനി മുതൽ നമ്മളത് പഠിച്ചേ വെക്കത്തുള്ളൂ. മൊത്തം 118 എലമെൻറ്റ്സുകളുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിൽ നമ്മുടെ പ്രകൃതിയിലുള്ളതും അല്ലാതെ നമ്മുടെ ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്, സിന്തറ്റിക്കും ഉണ്ട് നാച്ചുറലും ഉണ്ട് മൂലകങ്ങൾ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഈ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ മൂലകങ്ങളാണ്. അതായത് 118 എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ നമ്മുടെ ടെസ്റ്റിനകത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് മിനിമം ഇതിനകത്തിൽ തന്നെ 5, 10, 15, 20 മൂലകങ്ങളുടെ പേര് കണ്ടോ. ആർഗൺ എന്ന്, ഇനിയിപ്പോൾ ആർഗൺ ARGON ആർഗൺ എന്നല്ല, AR എന്നാണ് തരുന്നത്. അപ്പം നമ്മളത് പെട്ടെന്ന് മനസ്സിലാക്കിക്കണം. അയ്യോ അത് ആർഗൺ ആണല്ലോ. ക്ലോറിന് CL എന്നേ തരത്തുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ CL എന്ന് വരുന്നേ. അപ്പോൾ എന്തുവാ, CL എന്ന് വെച്ചാൽ ക്ലോറിനാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞത് 20 എണ്ണമെങ്കിലും ഒന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതും പറഞ്ഞതാണ്. അതായത് നമ്മുടെ രാജ്യം, ശാസ്ത്രജ്ഞന്മാരെ എന്നിവ മാത്രമല്ല, നിറം, ഗ്രഹം, എന്ന് വെച്ചാൽ ഉപഗ്രഹം, മീൻസ് കൺട്രി, കളറ്, നെയിം ഓഫ് ദ പ്ലാനറ്റ്, സാറ്റലൈറ്റ്, കോണ്ടിനെൻ്റ്, ഇതിൻ്റെയൊക്കെ പേര് വരുന്ന അല്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പേര് നൽകിയിട്ടുള്ള മൂലകങ്ങളും എലമെൻറ്റ്സുകളുമുണ്ട്. ഐൻസ്റ്റീനിയം, ഫ്രാൻസിയം, നെപ്റ്റ്യൂണിയം, ഇറീഡിയം, ക്രോമിയം, ഹൈഡ്രജന് കേട്ടോ. ഹൈഡ്രജൻ എന്ന ഗ്രീക്ക് വേർഡ് ഹൈഡ്രോജൻസ് എന്ന ജീൻസ് GNES ആണ് കുഞ്ഞുങ്ങളെ. ഈ 2 വാക്ക്, ഇത് രണ്ടും ഗ്രീക്ക് വാക്കാണ്. അതിൽ നിന്നാണ് വാട്ടർ ഫോമിങ് എന്ന വാക്കുണ്ടായെന്നും കേട്ടോ. പിന്നെ ക്രോമ എന്നത് കളർ എന്നാണ് അർത്ഥമെന്നും ഒക്കെ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിരിക്കണം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു മൊത്തം 118 എണ്ണം ഉണ്ടെന്നും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഇത് നമ്മൾ പറഞ്ഞായിരുന്നു കുഞ്ഞുങ്ങളെ. ഇല്ല, ഇനി ഇവിടെ മുതലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇത്രയും നല്ലതുപോലെ അങ്ങ് എഴുതിയെടുക്കണം. ഇതൊക്കെ എഴുതിയായിരുന്നല്ലോ കഴിഞ്ഞ പാർട്ടിൽ, ഇതൊക്കെ എഴുതിയായിരുന്നു കുഞ്ഞുങ്ങളെ. ഇല്ലെങ്കിൽ ഇവിടെ മുതൽ ഞാൻ ഒന്നും കൂടി അങ്ങ് പറയാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ മുതൽ ഒന്നുകൂടെ പറയാനുണ്ടെന്നല്ലേ. നമ്മുടെ ടെസ്റ്റിനകത്തിലെ ചോദ്യമാണ് ഇത് കേട്ടോ. ടെസ്റ്റിനകത്തിലെ ചോദ്യമാണ് കുഞ്ഞുങ്ങളെ. നല്ലപോലെ അത് നോക്കി മനസ്സിലാക്കണം. നോക്കിയേ, എലമെൻറ്റ്സ് ഗോട്ട് ദെയർ നെയിംസ്. ഇനി അത് തന്നിട്ടുണ്ടെങ്കിൽ അഥവാ എഴുതാത്തവർ നോക്കിയേ. എലമെൻറ്റ്സ് ഗോട്ട് ദെയർ നെയിംസ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രി ആൻഡ് സയൻറ്റിസ്റ്റ്, കളർ, നെയിം ഓഫ് പ്ലാനറ്റ്, സാറ്റലൈറ്റ്, കോണ്ടിനെൻ്റ് എക്സെട്ര. എന്ന് വെച്ചാൽ രാജ്യം, ശാസ്ത്രജ്ഞന് എന്നിവ മാത്രമല്ല, നമ്മളിപ്പോൾ കുറേ ഇതിന് മുമ്പേ കണ്ട ലിങ്ക് കണ്ടവർക്കറിയാം, ഇതിൻ്റെയൊക്കെ പേര് വെച്ച് നമ്മൾ ഓരോ എലമെൻറ്റ്സിൻ്റെയും പേര് പഠിച്ചു അല്ലേ. ഇനി അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ, ഇവിടെ കളറുകളെക്കുറിച്ച്, നെയിം ഓഫ് പ്ലാനറ്റുകളെക്കുറിച്ച്, നമ്മുടെ ഗ്രഹങ്ങളിലും ആകാശത്തുള്ള 9 ഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ 1 പോയി, ബാക്കി 8 എണ്ണം ഉണ്ട് ഗ്രഹങ്ങൾ അല്ലേ. ഭൂമി അറിയാമല്ലോ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ ഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകൾ അല്ലേ, സാറ്റലൈറ്റ്, കോണ്ടിനെൻ്റ് എന്നിവയെക്കുറിച്ചൊക്കെയുള്ള എലമെൻറ്റ്സുകളും ഉണ്ടെന്ന് നോക്കിയേ. ഐൻസ്റ്റീനിയം കുഞ്ഞുങ്ങളെ, എലമെൻറ്റ്സിൻ്റെ പേരാണ് ഐൻസ്റ്റീനിയം. ഞാൻ മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ നോക്കിക്കേ, നെയിം ഓഫ് ഓറിജിൻസ് നോക്കിക്കേ. സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ, ശാസ്ത്രജ്ഞൻ്റെ അല്ലേ, ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരല്ലേ കുഞ്ഞുങ്ങളെ അത് അല്ലേ. ഐൻസ്റ്റീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ് അല്ലേ. അടുത്തത് ഫ്രാൻസിയം. ഫ്രാൻസ് എന്ന് വെച്ചാൽ ഒരു രാജ്യമാണ് അല്ലേ. ഒരു രാജ്യത്തിൻ്റെ പേരുള്ള മൂലകങ്ങളുണ്ട്. പിന്നെ നെപ്റ്റ്യൂണിയം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനറ്റിനകത്തിൽ ഒരെണ്ണമാണ് അല്ലേ. ആ പ്ലാനറ്റിൻ്റെ പേരുള്ള എലമെൻറ്റ്സുകളുണ്ട് അല്ലെ, മൂലകങ്ങളുണ്ട്. പിന്നെ ഇറീഡിയം
ഇറീഡിയം, ക്രോമിയം ഇതിനെക്കുറിച്ചൊക്കെ എഴുതാനും നമ്മുടെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇറീഡിയം എന്ന് വെച്ചാൽ ഗ്രീക്ക് വേർഡ് ഐറിസ് എന്ന ഗ്രീക്ക് വേർഡ്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ റെയിൻബോ എന്നാണ് കേട്ടോ, എന്താ മഴവില്ല് എന്നാണ് അർത്ഥം. ഇനി അതുപോലെ ക്രോമിയം പറയാൻ അറിയണേ, ക്രോമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ക്രോമ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നിറം, കളറ് എന്നാണ് കേട്ടോ. ഇനി ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്ക് വേർഡായ ഹൈഡ്രോജൻസ് കേട്ടോ, ഹൈഡ്രജൻ്റെ ഈ രണ്ട് വാക്കിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വാട്ടർ ഫോമിങ്, ജലരൂപീകരണം എന്നാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് റഫായിട്ട് പഠിച്ചു വെച്ചേക്കണേ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് 118 മൂലകങ്ങളുണ്ട്. ഇവയിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ മൂലകങ്ങളുണ്ട് ഇല്ലയോ നിങ്ങളെ. നാച്ചുറൽ എലമെൻസും ഉണ്ട്, സിന്തറ്റിക് എലമെൻസും ഉണ്ട്. നാച്ചുറൽ എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഓക്സിജൻ അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, പിന്നെന്താ ഇതെല്ലാം എന്താ വാതകങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ എന്താ അത് പ്രകൃതിയിലുള്ളതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ലബോറട്ടറി ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ടാക്കുന്ന മൂലകങ്ങളും എന്താണ് ഉണ്ടെന്ന് കേട്ടോ. ഈ 118 എലമെൻറ്റ്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ് വിച്ച് ഇൻക്ലൂഡഡ് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് എലമെൻറ്റ്സ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കുന്നത്, ഇത് ടെസ്റ്റിലെ ഞാനങ്ങ് പറഞ്ഞു പോവാം. ആവർത്തന പട്ടികയുടെ സഹായത്തോടെ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും കാണപ്പെടുന്ന മൂലകങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്നാണ് നമ്മുടെ ടെസ്റ്റിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെ നോക്കണേ. ആവർത്തന പട്ടികയിൽ അവസാനം ഉൾപ്പെടുത്തിയ മൂലകങ്ങൾ ഏതെല്ലാമാണ്? മൂലകങ്ങൾ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 എണ്ണം കൊടുത്തേക്കുന്നത് കണ്ടോ. അതുകൊണ്ട് എലമെൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. നമ്മൾ കുറേ പറഞ്ഞതാ എന്നാലും കേട്ടോ. ഇത് ഉണ്ടോ, താപ്പോട്ടും അങ്ങോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് കേട്ടോ റോയും കോളവും കേട്ടോ, റോ കോളം. ഗ്രൂപ്പും ഇതിനെ വേറെയും പറയുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഗ്രൂപ്പുകളാണ് കേട്ടോ, ഓരോ ഗ്രൂപ്പുകൾ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പോൾ നോക്കിക്കേ, ഖരം, ദ്രാവകം, വാതകം. അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങ് പറയാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. ഖരവസ്തുക്കൾ, ദ്രാവകം, ഗ്യാസ്. ഇവിടെ നോക്കിക്കേ, സോളിഡായിട്ടുള്ളത് നമുക്ക് സോളിഡ് എന്ന് വെച്ചാൽ കട്ടിയുള്ളത് ഏതൊക്കെയാണ് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. നമ്മളിപ്പോൾ കുറേ നിങ്ങൾ ഈ പീരിയോഡിക് ടേബിൾ എടുത്തിട്ടൊന്ന് നോക്കണം, ഇതിനകത്ത് വായിച്ച് നോക്കാമെങ്കിൽ കുറേയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിനകത്തിലുണ്ട്. അപ്പോൾ അത് ആ സോളിഡായിട്ടുള്ള ഏതൊക്കെയാണ്? അയണ്, അതായത് ഇരുമ്പ്, ഗോൾഡ് സ്വർണം, സിൽവർ വെള്ളി, കോപ്പർ ചെമ്പ്, സിങ്ക് ലെഡ്. ഇതിൻ്റെയൊക്കെ പേരും സ്പെല്ലിങ്ങും ഒക്കെ പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ഈ ഖരവസ്തുക്കൾ ഏതെല്ലാമാണ്, അതായത് കട്ടിയുള്ളത് അല്ലേ, അതായത് സോളിഡായിട്ടുള്ളത് ഏതൊക്കെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ലിക്വിഡായിട്ടുള്ളത് ഏതൊക്കെയാണ് നിങ്ങളെ? ബ്രോമിനും മെർക്കുറിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രോമിൻ വായിക്കാനൊക്കെ അറിയണേ, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമെന്ന് എനിക്കറിയാം. ബ്രോമിൻ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നോ മെർക്കുറി. ഇനി അത് മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ റൂം ടെമ്പറേച്ചറിൻ്റെ വെച്ചാൽ പറയുന്നത്. നമ്മുടെ മുറിക്കകത്ത് നമ്മുടെ വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ എന്താണ്? സോളിഡാണ്. ഈ പറയുന്ന 2 എണ്ണവും നമ്മുടെ മുറിയിലെ താപനില അല്ലെ, റൂം ടെമ്പറേച്ചർ അനുസരിച്ച് ഈ ബ്രോമിനും മെർക്കുറിയും ലിക്വിഡാണ് കേട്ടോ, റൂമിലെ ടെമ്പറേച്ചറിൽ. ഇനി സം അതർ എലമെൻറ്റ്സ് ലൈക്ക്, ഇനി അത് മാത്രമല്ല കുഞ്ഞുങ്ങൾ, ഇവിടെ നോക്കിയേ, സീസിയം, ഗാലിയം, റുബീഡിയം, ഫ്രാൻസിയം ക്യാൻ ബി ലിക്വിഡ് അറ്റ് സ്ലൈറ്റ്ലി വാമർ ടെമ്പറേച്ചർ. ഇനി നമ്മുടെ മുറിയിലെ താപനില കുറച്ചുകൂടി കൂട്ടിയ വാമർ ടെമ്പറേച്ചർ ആയാൽ ഈ സീസിയം, ഗാലിയം, റുബീഡിയം, ഫ്രാൻസിയം തുടങ്ങിയ മൂലകങ്ങൾ ദ്രാവകമായിട്ട് മാറുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ദ്രാവകമായിട്ട് അങ്ങ് മാറുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഗ്യാസ് ആയിട്ടുള്ളത്, ഈ പേരൊക്കെ അറിയണേ കേട്ടോ. ഗ്യാസ്, അപ്പോൾ ഖരവസ്തുക്കൾ എന്ന് വെച്ചാൽ കട്ടിയുള്ളവ അല്ലേ, സോളിഡായിട്ടുള്ളത്. ദ്രാവകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡായിട്ടുള്ളത്. ഇതൊക്കെ നല്ലപോലെ അറിയണേ കേട്ടോ. ഗ്യാസ് ആയിട്ടുള്ളത് 11 എലമെൻറ്റ്സ് ആർ ഗ്യാസ്. നമ്മൾ മൊത്തം 118 എണ്ണത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞില്ലേ, 11 അല്ലേ, എന്ന് വെച്ചാൽ 11 എണ്ണവും എന്താണ്? ഗ്യാസാണ്. നോക്കിയേ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഹീലിയം, നിയോൺ, ആർഗൺ, സെനോൺ, ക്രിപ്റ്റോൺ ആൻഡ് റെഡോൺ കേട്ടോ. ഇത് ഇത്രയൊന്ന് ഓർത്തിരിക്കണേ നിങ്ങൾ. ഇതിനകത്തിൽ ഈ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ അതത്രയും കണ്ടോ.
അത് കഴിഞ്ഞിട്ടുള്ള ഹീലിയം, നിയോണ്, ആർഗണ്, സെനോണ്, ക്രിപ്റ്റോൺ ഇതൊക്കെ എന്തോന്നറിയോ നോബിൾ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അലസവാതകങ്ങൾ. ഇത് മറ്റു മൂലകങ്ങളുമായിട്ട് എളുപ്പത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റത്തില്ല കേട്ടോ, ഏർപ്പെടാൻ പറ്റത്തുമില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഇല്ല, വെറുതെ ഞാനൊന്ന് പറഞ്ഞതാണ്. ഈ കാണപ്പെടുന്ന 1, 2, 3, 4, 5, 6 എണ്ണം 6 എണ്ണം നോബിൾ ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നോബിൾ ഗ്യാസ് ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ. ഈ തന്നിരിക്കുന്ന ഹീലിയം, നിയോൺ, ആർഗോൺ അതായത് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ടെസ്റ്റിൽ കണ്ടോ ഇത് ഇത്ര എണ്ണത്തിനെയും കളറ് വേറെയാണ് കണ്ടോ. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ കണ്ടോ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ കളറ് വേറെ കണ്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ കളറ് മാറ്റിയിട്ടേക്കുന്നുണ്ട്. ഇതിനെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അറിയത്തില്ല കുഞ്ഞുങ്ങളെ, ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയത്തില്ല. എന്നാലും ഈ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ഈ ആവർത്തന പട്ടിക കാണുമ്പോൾ നിങ്ങൾ ഓരോന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാനെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട. നോക്കിയേ, ഈ പടം നിങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കിയേ, ഇതിനകത്ത് നോക്കിയേ, കണ്ടോ ഈ പടത്തിൽ കണ്ട മാറ്റം കണ്ട, അപ്പോഴേ നിങ്ങൾ പറയണം ഇത് നോബിൾ ഗ്യാസ് ആണ് കേട്ടോ. മനസ്സിലായോ? ഇപ്പോൾ ആ ഒരു മാർക്കിൻ്റെ കിട്ടിയില്ലയോ കേട്ടോ. ഇനി ഇത് കൂടാതെ കുറേ കാര്യം പറയുന്നുണ്ടോ നിങ്ങൾ ഈ ടെസ്റ്റിനകത്തിൽ? കൃത്രിമ മൂലകങ്ങളുണ്ട് എന്നാ പറയുന്നത്. ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആൾസോ നോൺ ആസ് സിന്തറ്റിക്. നമ്മൾ ഉണ്ടാക്കുമല്ലോ ലബോറട്ടറികളിലൊക്കെ ഉണ്ടാക്കുന്ന മൂലകങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു 3-4 എണ്ണത്തിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. കൃത്രിമ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ആർട്ടിഫിഷ്യൽ നോക്കിക്കേ, 1 ടെക്നീഷ്യം, സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ. ടെക്നീഷ്യം കണ്ടോ. പ്രൊമീത്തിയം, പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ആ സ്പെല്ലിങ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ എടുത്ത് പ്രൊമീത്തിയം എന്നൊക്കെ പറയുന്നത്. ഇനി 8ാം ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലാന്ന് വേണമെങ്കിൽ ചിലർക്ക് ചിന്തിക്കാം. 8ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെയാണോ ഇങ്ങനെ, എന്നാലും നമ്മൾ ആ ഉച്ചാരണം കേട്ടോ, ഇതിനെയൊക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആക്കാൻ വേണ്ടി കേട്ടോ. ടെക്നീഷ്യം, പ്രൊമീത്തിയം, നെപ്റ്റ്യൂൺ നമുക്കറിയാം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം. നെപ്റ്റ്യൂണും പ്ലൂട്ടോണും ഒക്കെ നമ്മൾ ഗ്രഹങ്ങളിൽ പഠിച്ചിട്ടില്ലേ കുഞ്ഞുങ്ങളെ, പ്ലാനറ്റ്സുകളിൽ. അപ്പം ആദ്യത്തെ 2 എണ്ണം ടെക്നീഷ്യം, പ്രൊമീത്തിയം കേട്ടോ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ എലമെൻസുകളാണ്, അല്ലെങ്കിൽ സിന്തറ്റിക് എലമെൻസുകളാണ്, അല്ലെങ്കിൽ മാൻമെയ്ഡ് എലമെൻറ്റ്സ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ അറിയാമല്ലോ നിങ്ങളെ. ആ 4 എണ്ണത്തിൻ്റെയും പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ടെക്നീഷ്യം, പ്രൊമീത്തിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഈ ടെസ്റ്റിനകത്തിൽ ഈ കുറേ പേര് നമ്മുടെ ഈ എലമെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ഈ ഒരു ലിങ്കിൽ ഈ ചാപ്റ്റർ തീർക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കേട്ടോ. സാധാരണ നമ്മൾ 3 or 4 ഒക്കെ ഇട്ടേക്കുന്നത്, പക്ഷേ ഇത് തീരത്തില്ല. കാരണം ഇനി അങ്ങോട്ട് എനിക്ക് ഒരു ലിങ്കും കൂടി ഇട്ടെങ്കിലേ ഈ ചാപ്റ്റർ തീരത്തുള്ളൂ കേട്ടോ. നമുക്ക് ഒരു ലിങ്ക് കൂടെ ആവശ്യമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഓരോരുത്തരും നമ്മുടെ ഈ എലമെൻസിനെ കുറിച്ച് ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു വരുമ്പം തന്നെ ഒരുപാട് സമയമെടുക്കും. നോക്കിക്കോ, ഏർലിയർ അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. നിങ്ങൾ ടെസ്റ്റ് വായിച്ചില്ലല്ലോ എന്ന് പേടിക്കേണ്ട. ടെസ്റ്റിലെ ഓരോ കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ അടിക്ക് വര കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ അത് നോക്കിയാൽ മതി. നോക്കിയേ, മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ, ഏർലിയർ അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഈ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ മുതലാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്തിൽ കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അവരൊക്കെ കണ്ടോ, ടെസ്റ്റിനകത്തിൽ ഒരു 4 പേരുടെ പടം നിങ്ങളുടെ ടെസ്റ്റ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അന്റോയിൻ ലാവോസിയ, പേരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, എന്നാലും പറയാമല്ലേ. അന്റോയിൻ ലാവോസിയ, ഡൊബെ റൈനർ കേട്ടോ. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളങ്ങ് സ്പീഡിൽ പറയാൻ പഠിക്കും. പിന്നെ ന്യൂലാൻഡ്സ്, നിങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ട് എടുത്ത് പറയാം. ന്യൂലാൻഡ്സ്, മെൻഡലീഫ് കേട്ടോ. ഇത്രയും പേര് എന്തൊക്കെയാണ് നമ്മുടെ ഈ എലമെൻസിനെ കുറിച്ച് പറഞ്ഞതെന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കിയേ, ഒന്നാമത്തെ ലാവോസിയ. നിങ്ങളെ ലാവോസിയ, ഇപ്പം നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ലാവോസിയർ എന്ന് ഇംഗ്ലീഷിൽ കേട്ടോ. ഈ ലാവോസിയർ മെയ്ഡ് ദ ഏർലിസ്റ്റ് അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ എലമെൻറ്റ്സ്. ഹി ക്ലാസിഫൈഡ് ദി ദെൻ
നോൺ എലമെൻറ്റ്സ് ഇൻറ്റു മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. വായിക്കാനും എഴുതാനും വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഈ എടുത്തെടുത്ത് ഞാൻ ഓരോ അക്ഷരവും വെച്ചാണ് വായിക്കുന്നത്. ഇനി ഞാൻ എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കേട്ടോ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിന് ഞാൻ ഓരോ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലെയും പിള്ളേരുടെ കൂട്ട് എടുത്തെടുത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്താണ് പേര്? Lavoisier made the earliest attempt to classify elements. He classified the then known elements into metal and non-metal. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങളെ, ഈ മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളായിരുന്നു നമ്മുടെ ലാവോസിയ. എന്താ നിങ്ങളെ, ഈ എലമെൻസിനെ കുറിച്ച് ആദ്യമൊക്കെ ഇതിനെക്കുറിച്ചുള്ള ശ്രമങ്ങൾ, ഇത് എന്തുവാ എങ്ങനെ അല്ലേ, ഏതൊരു വസ്തുവിനെ കുറിച്ചും അവർ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി. ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളായിരുന്നു ആരാണ്? ലാവോസിയർ എന്ന് ഇംഗ്ലീഷിൽ കേട്ടോ, ലാവോസിയർ. പിന്നോ അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ അങ്ങ് തിരിച്ചു. മനസ്സിലായോ? അന്ന് ഈ പറയുന്ന മൂലകങ്ങളെയെല്ലാം ഓരോന്നും നല്ലപോലെ ഓർക്കണേ കുഞ്ഞുങ്ങളെ. ലാവോസ് ഈ 4 പേരും എന്തൊക്കെയായി പറയുന്നതെന്നാ. ഫസ്റ്റ് നമ്മുടെ ആദ്യകാലത്തെ എന്ന് തന്നെ ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് ഈ ലാവോസിയ. അദ്ദേഹം നമ്മുടെ എലമെൻസ് അല്ലെങ്കിൽ മൂലകങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്താ, ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ ഇവയെ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ ആണോ? അദ്ദേഹം പറഞ്ഞത് ലോഹങ്ങൾ, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ എലമെൻറ്റ്സ് എന്ന് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു കേട്ടോ. ഇനി രണ്ടാമത്തെ ആളാണ്, ആ പടം നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, ഡോബറൈനർ. ഡോബറൈനർ. സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ നോക്കണേ. ഞാൻ പറയുന്നത് ഇനി വേണേൽ കമൻറ്റ് ബോക്സിൽ പ്രൊനൗൺസിയേഷൻ ശരിയല്ല എന്നൊക്കെ ചിലപ്പോൾ വരും കേട്ടോ. കാരണം ഞാൻ നിങ്ങൾക്കത് ഇതൊന്നും അറിയാൻ വയ്യാത്തൊരു കുട്ടികൾ കാണും കുഞ്ഞുങ്ങളെ. ഈ വാക്ക് സത്യം പറഞ്ഞാൽ ഈ പേരൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഞാൻ ഡോബറൈനർ എന്ന് പറഞ്ഞാൽ എനിക്ക് വായിച്ചു പോവാം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എടുത്തെടുത്ത് ഞാൻ പറയുന്ന ഈ പേരൊക്കെ കേട്ടോ. ഡോബറൈനർ classified the elements of similar properties into group of 3. These group were called triads. കേട്ടോ, ട്രൈഡ്സ്, ത്രികങ്ങൾ, 3 ചേരുന്ന ത്രികങ്ങൾ, ട്രൈഡ്സ്. നല്ലപോലെ നോക്കണേ നിങ്ങളെ. അത് ഡോബറൈനർ പറഞ്ഞത്. ഡോബറൈനർ ക്ലാസിഫൈഡ് ദ എലമെന്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻറ്റു ഗ്രൂപ്പ് ഓഫ് 3. These group were called trades. He stated that the atomic mass of the element in the middle of the trades was approximately the average of the atomic mass of the other 2 elements. വല്ലോ മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും പറയുന്നതാണ് കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ ആൾ പറഞ്ഞത് എന്താ, ഇത് മെറ്റലും നോൺ മെറ്റലുമായിട്ട് നമുക്കിത് രണ്ടായിട്ട് തിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അടുത്ത ആൾ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, ഡോബറൈനർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് അദ്ദേഹം അങ്ങ് തിരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനെ 3 ഇപ്പം ഇത് 3, ഇത് 3, ഇത് 3, അദ്ദേഹം വന്നിട്ട് ഈ 3 അങ്ങ് തിരിച്ചു. സംഭവം മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അദ്ദേഹം ആദ്യത്തെ അദ്ദേഹം പറഞ്ഞത് എല്ലാം എന്താ, ലോഹങ്ങളും അലോഹങ്ങളും 2, മെറ്റലും നോൺ മെറ്റലുമായിട്ട് ഇത് രണ്ടായിട്ട് അങ്ങ് നമുക്ക് തിരിക്കാം. രണ്ടാമത്തെ ആൾ വന്ന് പറഞ്ഞ എന്താവും നിങ്ങളെ, ഇതിനെ 3 ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രൈഡ്സ് എന്ന് കേട്ടോ, ഒരേപോലെയുള്ള 3 നമുക്കിതിനെ തിരിക്കാവുന്നു. സമാനമായിട്ടുള്ള ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഈ ഗ്രൂപ്പുകളെ അദ്ദേഹം ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രൈഡ്സ് എന്നും പേര് വിളിച്ചു. ഈ ത്രികങ്ങളല്ലെ ട്രേഡ്സ് മധ്യത്തിലുള്ള മൂലകത്തിൻ്റെ അറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഹി സ്റ്റേറ്റഡ് ദാറ്റ് ദ അറ്റോമിക് മാസ് ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ മിഡിൽ ഓഫ് ദ ട്രേഡ്സ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ ആവറേജ് ഓഫ് ദ അറ്റോമിക് മാസ് ഓഫ് ദ അതർ 2 എലമെന്റ്സ്. വല്ലോ മനസ്സിലായോ? അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ, ഇപ്പം അവരൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുക, ഞാൻ അതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ആദ്യത്തെ 3 കണ്ടോ, താഴോട്ട് കിടക്കുന്ന ഈ അടുത്തടുത്തുള്ള 3. ആ 3 ഞാനിവിടെ എഴുതി വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ എണ്ണ എന്തോന്നൊക്കെ അറിയായിരുന്നോ? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എണ്ണ നിങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ട് അത് ഓർക്കത്തില്ലായിരിക്കും കുഞ്ഞുങ്ങളെ. കാരണം സോഡിയം എന്ന് വെച്ചാൽ ചിലപ്പോൾ എസ്സോ അല്ലെങ്കിൽ എസ് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിക്കും. എണ്ണയാണ്. ഇന്നലെ മീൻസ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇട്ടതാണത്. എണ്ണ അല്ല സോഡിയത്തിൻ്റെ. ഇതൊക്കെ ലാറ്റിൻ വേർഡും ഒക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ് കേട്ടോ.
പിന്നെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അടുത്തടുത്തുള്ള 3 എണ്ണമാണ്. ഇതിൻ്റെ എല്ലാം അറ്റോമിക് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ലിഥിയത്തിന് 7ആണ്, സോഡിയത്തിന് 23ആണ്, പൊട്ടാസ്യത്തിന് 39ആണ്. അവർ പറഞ്ഞ എന്താണെന്നറിയാമോ, ഈ മധ്യത്തിലുള്ള മൂലകത്തിന് എന്ന് വെച്ചാൽ ഈ മദ്യം എന്ന് വെച്ചാൽ 23 നടുക്കുള്ളത് അല്ലേ, മിഡിൽ ഓഫ് ദ ട്രേഡ്സ്, ഈ 3 എണ്ണത്തിൻ്റെയും നടുക്ക് കിടക്കുന്ന, അതായത് മിഡിൽ അല്ലേ, ഈ മധ്യത്തിൽ കിടക്കുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ് ഈ 23 എന്ന് പറയുന്നത് മറ്റ് 2 മൂലകങ്ങളുടെ ശരാശരി എന്ന് വെച്ചാൽ എന്താ, അത് രണ്ടും കൂടെ കൂട്ടുക, മനസ്സിലായോ, ശരാശരിയാണെന്ന് സ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അവർ പറഞ്ഞ ഈ രീതിയാണ് എന്താ, അതായത് ഫസ്റ്റും ലാസ്റ്റും കൂടി കൂട്ടുക, മനസ്സിലായോ, 33ഉം 39ഉം 7ഉം കൂടി കൂട്ടുക. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര നമുക്ക് 46 വന്നു. ആ 46നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ഇടയ്ക്കുള്ള 23 കിട്ടും എന്നാണ് പറഞ്ഞത്. ഇപ്പം പിടികിട്ടിയോ? അടുത്ത 3 എണ്ണം എടുക്കുക, 3 എലമെൻസുകൾ എടുക്കുക, നമ്മൾ 3 എലമെൻസുകൾ എടുക്കുക. ആ 3 എലമെൻസും കൂടി എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 46 കിട്ടി. ആ 46നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 23 കിട്ടും എന്നാണ് പറഞ്ഞത്. ഇപ്പം മനസ്സിലായോ? ഒന്നാമത്തെ ആൾ പറഞ്ഞത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ ആൾ പറഞ്ഞത് ഇതിനെ മെറ്റലും നോൺ മെറ്റലുമായിട്ട് എന്ത് ചെയ്യാം, മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിക്കാമെന്ന് നമ്മുടെ ലാവോസിയർ പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ഡോബറേയും പറഞ്ഞ എന്താണ്, മൂലകങ്ങളെ നമുക്ക് 3 നല്ല സമാന ഗുണങ്ങളുള്ള 3 എണ്ണമായിട്ട് തിരിച്ചിട്ട് അതിനെ ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രൈഡ്സ് എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഫസ്റ്റിലത്തെയും എന്ന് വെച്ചാൽ 3 എണ്ണം ഉള്ളതിൽ 1ഉം 3ഉം കൂടി കൂട്ടിയിട്ട് ആ കിട്ടുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നടുക്കലത്തെ മിഡിലിൽ കിടക്കുന്നത് കിട്ടും. അണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 1ഉം ഇതും ഇതുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടി 46. ആ 46നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 23 കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് എന്താ, അത്ര ലോജിക്കല്ല കുഞ്ഞുങ്ങളെ. കാരണം എന്താണെന്നറിയോ, അത് ഞാൻ അതിൻ്റെ തൊട്ടടുത്തൊക്കെ ചെയ്തു നോക്കിയപ്പോൾ നോക്കിക്കേ, അതിൻ്റെ അപ്പുറത്തെ ചോദ്യം നോക്കിയേ, സി എ എന്ന് വെച്ചാൽ കാൽസ്യം, SR എന്ന് വെച്ചാൽ എന്താ സ്ട്രോണ്ടിയം എന്നാണ്, സ്ട്രോണ്ടിയം എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബി എന്ന് വെച്ചാൽ ബേരിയം. ഈ 3 എണ്ണത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ഫസ്റ്റും ലാസ്റ്റും കൂടെ 13 137.3ഉം 40 ഇത് കൂട്ടുമ്പോൾ 86.65 കിട്ടിയത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ അത് വേറൊന്നൂടെ തന്നപ്പോൾ എന്താ, അത് പക്ഷേ അതുമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താണെന്നറിയോ, ഏതാനും മൂലകങ്ങളെ മാത്രമേ ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്താ വെച്ചാൽ ചില മൂലകങ്ങളെ അടുത്തടുത്തുള്ള 3 എണ്ണത്തിനെ വെച്ച് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. 3 എണ്ണം വീതം എടുത്ത് നമുക്ക് ഇതിനെ ട്രേഡ്സ് അല്ലെ ത്രികങ്ങൾ എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് എന്താ, ഫസ്റ്റ് 2 ലാസ്റ്റ് കൂട്ടിയിട്ട് നടുക്കളത്തെ എന്താ അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നടുക്കളത്തെ കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ ചെയ്ത് 2-3 എണ്ണം നോക്കിയപ്പോൾ എന്താ, എനിക്ക് ആ ഒരെണ്ണേ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ ഡിഫറൻസ് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ, അവർ തന്നെ പിന്നീട് പറയുന്നുണ്ട് ഏതാനും എലമെൻസുകളെ മാത്രമേ ഈ രീതിയിൽ നമുക്ക് വർഗീകരിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ആൾ പറഞ്ഞേ. അപ്പം അദ്ദേഹം പറഞ്ഞതും എന്താണ്, ചീറ്റിപ്പോയി അല്ലേ. അടുത്ത നോക്കൂ നിങ്ങളെ, 3ാമത്തെ ആൾ ഇതാ വരുന്നു. ആരാന്നറിയോ, ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന അദ്ദേഹം വരുന്നുണ്ട്. ഓരോരുത്തരും അവരൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഓരോ കാര്യങ്ങളും അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ കുഞ്ഞുങ്ങളെ? എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം ഇല്ലേ. നോക്കിക്കേ, അടുത്ത ന്യൂലാൻഡ്സ് പേര് നോക്കണേ കുഞ്ഞുങ്ങളെ. 3ാമത്തെ ആളുടെ പേരെന്താ, ന്യൂലാൻഡ്സ് ഫൗണ്ട് ദാറ്റ് വെൻ എലമെന്റ്സ് വെർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഈച്ച് എന്താ 8th എലമെന്റ് വാസ് എ റെപ്പിറ്റീഷൻസ് ഓഫ് ദ ഫസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഹി കമ്പയർഡ് ദീസ് ടു ബി 7 നോട്ട്സ് ഇൻ മ്യൂസിക്. ദീസ് ക്ലാസിഫിക്കേഷൻ വാസ് നോൺ ആസ് ലോസ് ഓഫ് ഒക്ടാവ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അടുത്ത ആൾ വന്ന് പറഞ്ഞ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തെ ആൾ ഇത് ലോഹങ്ങളും അലോഹങ്ങളായിട്ട് വേർതിരിച്ചു. രണ്ടാമത്തെ ആൾ പറഞ്ഞു 1ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നടുക്ക് കിടക്കുന്ന 2ാമത്തെ എലമെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. മനസ്സിലാക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. അല്ലാതൊക്കെ ഇതുപോലാണോ നിങ്ങളുടെ സ്കൂളിൽ, ഇതുപോലൊക്കെ ആണോ സംഭവം നോക്കണേ കേട്ടോ. അടുത്ത 3ാമത്തെ ആൾ വന്ന് പറയുന്നത് എന്താണെന്നറിയോ, മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം, അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ, ചെറുതിൽ നിന്നും വലുതിലോട്ടാട്ടോ. അതിനെയാണ് ആരോഹണം എന്ന് പറയുന്നത്. മീൻസ് അസെൻഡിങ് ഓർഡർ, ചെറുതിൽ
1, 2, 3 അസെൻഡിങ് കേട്ടോ. അപ്പം ഈ മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ ഇതിനെ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും അതിൻ്റെ ഗുണങ്ങളിൽ ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് ഈ ന്യൂലാൻഡ്സ് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്തു. ഈ വർഗീകരണത്തെ അഷ്ടക നിയമം എന്നും അറിയപ്പെട്ടു. വല്ലോ മനസ്സിലായോ? അതായത് അടുത്തടുത്തുള്ള ഇപ്പം നോക്കിക്കേ നാണ്ടേ ഇങ്ങനെ, അതായത് നമ്മുടെ നാണ്ടേ ലിഥിയം, ബേറിയം, ബോറോണും ഒക്കെ ഇതല്ലേ കുഞ്ഞുങ്ങളെ? ലിഥിയം, ബെറിയം, പിന്നെ ബോറോണ്, കാർബണ്, അങ്ങനെ കണ്ട നേരെ ഇങ്ങനെ പോവുക. കണ്ടോ കാർബണ് ഇങ്ങനെ ഇല്ലേ എഫ് വരെ. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ NaMg. ഞാൻ സൂം അത്രയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മീൻസ് പീരിയോഡിക് ടേബിൾസിൻ്റെ ഇവിടുന്ന്, അതായത് ലിഥിയം, ബേറിയം, പിന്നെ ഇങ്ങോട്ട് അല്ലേ, ഇവിടുന്ന് 2 എണ്ണം, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇതാ സംഭവം. ഇത് ഞാൻ നിങ്ങൾക്ക് എവിടെ കിടക്കുന്നതിന് വേണ്ടി പറയാനാണ്. നോക്കിയേ, ലിഥിയം, ബേറിയം, ബോറോൺ, ഇങ്ങനെ CnOF ഇങ്ങനെ ഓരോ എലമെൻസിൻ്റെയും പേര് കൊടുത്തിരിക്കുക. 1, 2, 3, 4, 5, 6, 7. മനസ്സിലായോ? ഇനി അടുത്ത 8ാമത്തത് ഇവിടാണ്. ഈ 8ഉം ഈ 1ഉം ഒരേ ഇതാണെന്ന്, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? അതായത് മധ്യത്തിലുള്ള അതല്ലല്ലോ 3ാമത്തെ ആളെന്താ നിങ്ങളെ പറഞ്ഞത്? ഇത് ആരോഹണ ക്രമത്തിൽ ഇങ്ങനെ വരുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലം 1, 2, 3, 4, 5, 6, 7 8ാമത് വരുന്ന മൂലകം അല്ലേ? ഈ 8ാമത് വരുന്ന ഓരോ മൂലവും 8 ഇവിടെ അല്ല, ഇവിടാണ് 7 വരെയുള്ളൂ, 8 ഇവിടെ. 8ാമത് വരുന്ന ഓരോ മൂലവും അതിൻ്റെ ആദ്യത്തേതിൻ്റെ, ഈ മൂലകം ഇതിൻ്റെ ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്നാണ് പറയുന്നത്. ഇത് Na എന്ന് വെച്ചാൽ Li-യുടെ ആവർത്തനം, Mg എന്ന് വെച്ച് കഴിഞ്ഞാൽ B, Al എന്ന് വെച്ചാൽ ഇവരെല്ലാം എന്താണ്? ഓരോ മൂലകങ്ങളും ഗുണങ്ങളിൽ ഒരേ ഗുണങ്ങളാണ് അവർ കാണിക്കുന്നത് എന്ന് ആരാ പറഞ്ഞത്? ന്യൂലാൻഡ്സ് കണ്ടെത്തി. 3ാമത്തെ ആൾ എന്താ പറഞ്ഞത് കുഞ്ഞുങ്ങളെ? 7 എണ്ണം. അടുത്തടുത്ത ഈ 7 എണ്ണത്തിൽ 8ാമത് വരുന്ന മൂലകവും ആദ്യത്തേതും ഇവർ തങ്ങളിൽ ബന്ധമുണ്ടെന്ന് കേട്ടോ. ഇവർ തങ്ങളിൽ ഒരേ ഗുണങ്ങളൊക്കെ ഓരോന്നും എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെയാണെന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ ന്യൂലാൻഡ്സ് കണ്ടെത്തി. അദ്ദേഹം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ടും അദ്ദേഹം താരതമ്യം ചെയ്തു. സരി ഗ മ പ ധ നി സ. മനസ്സിലായോ? സരി ഗ മ പ ധ നി സ. വീണ്ടും സായിലല്ലേ വന്നത്? ഈ സ കേട്ടോ. വീണ്ടും സരി ഗ, അങ്ങനെ വീണ്ടും അത് തങ്ങളിൽ ബന്ധമുണ്ടെന്നും. ഇതിനകത്ത് പാട്ട് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പാട്ട് പാടുക എന്ന് പറയുന്നത് നല്ലൊരു കഴിവാണ്, എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇതിനകത്തിൽ നല്ലപോലെ പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണം കേട്ടോ. എൻ്റെ സ്വരം വെച്ച് ഞാൻ നല്ലപോലെ പാട്ട് പാടും. നോക്കിക്കേ, ഇവിടെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് 7 എണ്ണം, 8ാമത്തെ ആണ് ഇത്. ഈ 8ാമത്തെ സംഭവം പിടികിട്ടുന്നുണ്ടോ അതോ ഞാൻ ചുമ്മാതെ പറയുവാണോ? അപ്പോൾ ഇതാണ് ആര് പറഞ്ഞത്? നമ്മുടെ ന്യൂലാൻഡ്സ് പറഞ്ഞത്. ഇനി അപ്പോൾ അടുത്ത ആൾ വന്നു, ഇതൊന്നും ശരിയല്ല അല്ലേ? ഒരാൾ പറയുമ്പം നിങ്ങൾ പറഞ്ഞൊന്നും അത്ര ശരിയല്ല, ഞാൻ പറയാം അടുത്തൊന്നും പറഞ്ഞ് വരുന്നില്ലേ? അടുത്ത ആളാണ് നമ്മുടെ മെൻഡലീവ്സ്. മെൻഡലീവ്സ് എന്താവും ഞങ്ങളെ പറഞ്ഞത്? എ സയൻറ്റിസ്റ്റ് നെയ്മഡ് മെൻഡലീവ്സ് അറേഞ്ച്ഡ് ദ 63 elements known till that day in ascending order in their atomic masses and prepared a table. It was found that elements with common properties were repeated at regular intervals. ഇനി അടുത്ത ആൾ വന്ന് എന്താ പറഞ്ഞത്? ഇത് ഞാൻ ഒറ്റ ലിങ്കിൽ ഇടാമെന്ന് വിചാരിച്ച കുഞ്ഞുങ്ങളെ, പക്ഷേ ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമുക്ക് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഒരു പാർട്ട് കൂടെ ഇതിന് വേണ്ടി വരും. മെൻഡലീഫ് എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞത്? മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞന് അതുവരെ അറിയപ്പെട്ടിരുന്ന 63, മൊത്തം എത്ര ഉണ്ടോ? 118 അല്ലേ? അതുവരെ അറിയപ്പെട്ട 63 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിട്ട് ഒരു പട്ടികയായിട്ട് തയ്യാറാക്കി. അദ്ദേഹം ഇതിനെ ഒരു പട്ടികയായിട്ട് തയ്യാറാക്കി 63 എണ്ണത്തിനെ വെച്ചിട്ട്. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം എല്ലാത്തിനെയും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഇതിനെ ഇങ്ങനെ ഓർഡർ വെച്ച് ഇന്നതെന്നൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് 63 മൂലകങ്ങളെയൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ, അതിനകത്തിലും പൊരുത്തക്കേടല്ലേ? ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളയിലോട്ട് അങ്ങോട്ട് ആവർത്തിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു.
ഒരേ സ്വഭാവമുള്ളത് വീണ്ടും വീണ്ടും ഇരുന്ന് ഓരോരുത്തർക്ക് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ആവർത്തിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അത്ര അങ്ങോട്ട് അസെൻഡിങ് ഓർഡർ അത്ര അങ്ങോട്ട് ആപ്റ്റായിട്ട് തോന്നിയില്ല അല്ലേ. അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസസ് ആൻഡ് പ്രിപ്പയർഡ് എ ടേബിൾ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഓരോരുത്തരും പറഞ്ഞ ആദ്യത്തെ ആൾ പറഞ്ഞത് എന്തായിരുന്നു, ഇത് മെറ്റലും നോൺ മെറ്റലുമായിട്ട് അങ്ങ് തിരിക്കാൻ. രണ്ടാമത്തെ ആൾ പറഞ്ഞു ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യിക്കുമ്പോൾ രണ്ടാമത്തെ കിട്ടും. മൂന്നാമത്തെ ആൾ പറഞ്ഞത് എന്താണ്, ഇത് പിന്നെ ഇതിനെ എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതെന്താ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് ഇത് ബന്ധമുണ്ട്, 8ാമത്തെ മൂലവും 1ാമത്തെ മൂലവും തങ്ങളിൽ ബന്ധമുണ്ട് എന്ന് മൂന്നാമത്തെ ആൾ പറഞ്ഞു. 4ാമത്തെ ആൾ വന്നിട്ട് ഇതിനെ എല്ലാം കൂടെ പറക്കി ഇങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയില്ലേ. നിങ്ങളെല്ലാം ഓരോന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം കൂടെ ഈ 63 പറക്കി, അന്നൊക്കെ അത്രേ കണ്ടുപിടിച്ചുള്ളായിരിക്കും, പിന്നെ പിന്നെ പിന്നല്ലേ ബാക്കി കണ്ടുപിടിച്ച്. അതിനെ എല്ലാം കൂടെ 63 മൂലകങ്ങളെ എല്ലാം കൂടെ പറക്കി അടിക്കും കുഞ്ഞുങ്ങളെ. അപ്പോൾ ഉണ്ട് ഓരോന്നും ഓരോരുത്തരത്തിരുന്ന് പിന്നെ ആവർത്തിക്കുന്നതായിട്ട്, കൃത്യമായ ഇടവേളകളിൽ അവർ കിടന്ന് ആവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഞാനങ്ങ് ചുരുക്കി മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കും. നിങ്ങൾ എന്താണ് ഈ സംഭവം എന്നൊന്നും അറിയാൻ വേണ്ടി എല്ലാം അങ്ങ് ചുരുക്കി 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 ഒരു കാരണം ഇതൊക്കെ മിക്കവാറും ഉള്ളവർക്കൊക്കെ ഇത് പഠിക്കാനേ കെമിസ്ട്രിക്കകത്തുള്ള ഈ അറ്റോമിക് മാസും അറ്റോമിക് നമ്പറും ഒക്കെ എന്തോ ചെവിത്തേട് വരുന്നൊരു സംഭവമാണ് ചില കുട്ടികൾക്ക് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ഊർജ്ജമാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. പഠിക്കണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ 4 പേരും പറഞ്ഞ കാര്യങ്ങൾ കുറേയൊക്കെ പിടികിട്ടി കാണുമല്ലോ, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇനി ഈ മെൻലീഫ് ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ പട്ടികയായിട്ടും തയ്യാറാക്കി വെച്ചപ്പം ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു അല്ലേ. അന്നേരം അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, മെൻഡലീഫിൻ്റെ ഒരു ആവർത്തന നിയമം, പീരിയോഡിക് ലോ എന്ന് പറയുന്നൊരു സാധനമുണ്ട് കുഞ്ഞുങ്ങളെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ കേട്ടോ. ഇത് 2 മാർക്കിൻ്റെ ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ഉള്ളതെല്ലാം ഞാൻ പറയുന്നുണ്ട്, വരച്ച് കാണിക്കുന്നുണ്ട്. അതായത് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്ന്. മൂലകങ്ങളുടെ രാസഭൗതിക സ്വഭാവ ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. മെൻഡലീഫിൻ്റെ ആവർത്തന നിയമം അല്ലെങ്കിൽ പീരിയോഡിക് ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂലകങ്ങളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. ആരാ കണ്ടുപിടിച്ചത്? മെൻഡലീസ് ആണേ കേട്ടോ. ഇനി മെൻഡലീസ് ഇതുകൂടെ അങ്ങ് പറയാം കുഞ്ഞുങ്ങളെ. ഈ മെൻഡലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തന പട്ടികയെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്, അദ്ദേഹം കണ്ടുപിടിച്ച ആവർത്തന പട്ടിക ഏതാണ്ട് ഈ കൊടുത്തിരിക്കുന്നത് വല്ല മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം കൊടുത്ത ഈ പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളും വിലങ്ങനെയുള്ള വരികളും ഗ്രൂപ്പുകളായിട്ടും കുത്തനെയുള്ള അതിനെ വിലങ്ങനെയുള്ള നിരകളെ പീരീഡ്സുകളെന്നും കുത്തനെയുള്ളതിനെ ഗ്രൂപ്പുകളായിട്ടും അദ്ദേഹം തിരിച്ചു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവനവൻ്റെ പുസ്തകത്തിലെ അതങ്ങ് എഴുതിയെടുക്കേണ്ട ഇതാ കേട്ടോ. അതിൻ്റെ കുറേ സവിശേഷതകളും അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഇവിടെ ഒരു ബോക്സ്, ഒരു റോസ് ബോക്സ് കിടപ്പുണ്ട് കേട്ടോ. മാസ് നമ്പറും അറ്റോമിക് നമ്പറും. ഇത് ഞാനൊന്ന് വായിക്കാം. ഞാൻ നോട്ടായിട്ട് ഞാൻ അടുത്ത ലിങ്കിൽ അത് എഴുതി കാണിക്കാം കുഞ്ഞുങ്ങളെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ഒന്ന് കേട്ടോണേ. ആറ്റങ്ങൾ അതിസൂക്ഷ്മങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, അതിനെ നമുക്ക് വിഭജിക്കാൻ കഴിയത്തില്ല. ഏറ്റവും സൂക്ഷ്മമായ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആറ്റം എന്ന് നമ്മൾ പറഞ്ഞത്. പിന്നീട് നോക്കണേ കുഞ്ഞുങ്ങളെ, എന്നാൽ പിന്നീട് ഇവ ഇലക്ട്രോൺ, കേട്ടോണേ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മ കണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ കുഞ്ഞതാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇതിനകത്തിൽ പിന്നീട് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് എന്നീ ചെറിയ കണങ്ങൾ ഇതിനകത്ത് നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആറ്റത്തിന് ഇനി ഇതിനകത്തുണ്ടല്ലോ നിങ്ങളെ ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ട്. നോക്കണേ, ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്ന കണങ്ങളുണ്ട്.
ഇതിനകത്ത് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രം കൂടിയുണ്ട്. ഇതിപ്പോൾ ഒരു ആറ്റമാണെങ്കിൽ ഇതിനകത്ത് ആരുണ്ട്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് കേട്ടോ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു കാര്യമാണിത്. ഇതുകൊണ്ട് എന്താ കേന്ദ്രമുണ്ട്. വളരെ വലിപ്പം കുറഞ്ഞ ഈ ന്യൂക്ലിയസിലാണ്. ഇനി ഇതിനകത്ത് ഈ ഇരിക്കുന്ന ന്യൂക്ലിയസിൽ ആരുണ്ട്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നു എന്നാ പറഞ്ഞ ന്യൂക്ലിയസിലാണ് ആരാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളെ, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു. അല്ല, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു ആറ്റത്തിനകത്തിൽ ന്യൂട്രോണും പ്രോട്ടോണും പ്രോട്ടോണും എന്താ ഇലക്ട്രോണും ഉണ്ടെന്ന് പറഞ്ഞു. എന്തോത്തിനകത്തിൽ? ആ ആറ്റത്തിനകത്ത്. നല്ലൊരു ക്ലൂ ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ആറ്റത്തിനകത്ത് ആരുണ്ട്? ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ട്. പിന്നോ ഇതിന് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട്. ഇലക്ട്രോണുകൾ എന്താ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു. ഈ ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോട്ടോണുകൾക്ക് എന്താ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവുമാണ്. അപ്പം ഇയാൾക്ക് എന്താ ഒന്നും ഇല്ല. എന്താ? ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബോക്സിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ആറ്റങ്ങളെ കുറിച്ചാണ് കുഞ്ഞെ പഠിക്കുന്നത്. ആറ്റങ്ങളെ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണ് ഈ ആറ്റങ്ങൾ. ഇവ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പിന്നെ കണ്ടെത്തി അല്ലേ. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു സെൻറ്റർ കേട്ടോ, കേന്ദ്രമുണ്ട്. ഇതിൻ്റെ വലിപ്പം കുറഞ്ഞ ഈ ന്യൂക്ലിയസിലാണ്, ചിരിയുള്ള നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും ഒക്കെ ഉള്ളത് അല്ലേ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു. പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവുമാണ്. ചാർജ് ഇല്ലാത്തത് ന്യൂട്രോണാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിൻ്റെ അറ്റോമിക നമ്പറായിട്ട് അങ്ങ് പരിഗണിക്കുന്നു. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് ഇതിനകത്തിൽ എഴുതാനുണ്ടോ നിങ്ങളെ. വിശദമായിട്ട് നോട്ട് ചെയ്യാൻ അടുത്ത ലിങ്കിൽ തരാം. അപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ കേട്ടോ. ഒരു പാർട്ട് കൂടി ഇട്ടെങ്കിലേ നമുക്കിത് തീരത്തുള്ളൂ. അടുത്ത ഒരു പാർട്ട് കൂടി ഇട്ടിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണ്ടേ നിങ്ങൾ കേട്ടോ. ഇത്രയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി ഇടുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയൊന്നും കൂടെ അറിയണ്ടായോ കേട്ടോ. ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.